ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ കുടല് കറി. മറ്റു പല സ്ഥലങ്ങളിലും ഇത് ബോട്ടിക്കറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പശുവിൻ്റെ വൻകുടൽ മാത്രം എടുത്തേക്കണം. 1 കിലോയാണുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വലിയ പീസുകളാക്കി തന്നെ ഒരു 5-6 പീസ്, 1 കിലോ കുടൽ 5-6 പീസാക്കിയിട്ട് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ആദ്യം. കാരണം കുടലിന് ഇറച്ചിനേക്കാളും വേവ് കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വറുത്തരപ്പാണ് നമ്മൾ ചേർക്കുന്നത്. അല്ലാതെയും ഇത് ഉണ്ടാക്കാറുണ്ട്, റോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വറുത്തരപ്പാണ് നമ്മളുടെ കൊച്ചിക്കാരുടെ സ്പെഷ്യൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള 1.5 തേങ്ങയുടെ തേങ്ങാപ്പീര എടുത്തിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് ഒരുവിധം നല്ല രീതിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. തേങ്ങ ഒരുപോലെ വറുത്തും വരുള്ളൂ. എന്നിട്ട് അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഇതിനകത്തേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട്, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 നുള്ളു മാത്രം ഇടാൻ പാടുള്ളൂ. ഒരുപാട് മഞ്ഞളായാൽ കറിക്ക് കളർ ഉണ്ടാവില്ല. അപ്പോൾ 1 നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ആ മുളക് പൊടിയുടെ കൂട്ടത്തിൽ അതിൻ്റെ മീതയിൽ കിടക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയും മാത്രം മതി. അപ്പോൾ ഈ ഒരു മസാലകൾ നിങ്ങൾക്ക് മുഴുവൻ മസാലയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം ഈ തേങ്ങയുടെ ഒപ്പത്തിലിട്ടിട്ട് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലെല്ലാം പൊടി ആയതുകൊണ്ട് ഞാൻ പൊടി ചേർത്തതാണ്. പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് പൊടികൾ ചേർത്തിട്ടുണ്ടാകുന്നത്. പൊടി കരിഞ്ഞു പോരുത്. ഓഫ് ചെയ്തിട്ട് സാവധാനം പൊടികൾ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുവിധം നല്ല രീതിക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിക്ക് അരഞ്ഞും കിട്ടും. മിക്സിയിൽ അരക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കാതെ അരക്കണം. വെള്ളം ചേർത്ത് അരച്ചാൽ കറിയുടെ ടേസ്റ്റും ഭംഗിയും എല്ലാം പോകും. അപ്പോൾ അതങ്ങനെ തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടൽ വെന്തതെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ച് അതൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനകത്തേക്ക് ചേർക്കാനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള. അപ്പോൾ ഈ ഇഞ്ചി നമ്മൾക്ക് ഇടയ്ക്ക് കടിച്ച് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് ചതച്ചാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ പീസായിട്ട് അന്ന് ചതഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഗുണമെല്ലാം കറിയിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അതങ്ങ് ചതച്ച് വെച്ച് മറ്റുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊന്നും ചെറുതാണെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ മാത്രം ഒന്ന് അരിഞ്ഞാൽ മതി. 1-2-3 പീസാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഒരു കടായിലേക്ക് ഇതെല്ലാം ഒന്നിച്ച് തന്നെ ചേർക്കണേ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, വേപ്പില, ഈ അരിഞ്ഞെടുത്ത കുടല്, പിന്നെ നമ്മൾ കുടല് വേവിച്ചിട്ടുള്ള ആ സ്റ്റോക്കില്ലേ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതിൽ കൂടുതൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നെയ്യ് മീതെന്ന് മാറ്റിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സ്റ്റോക്ക് ഒഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കൂടുതലുള്ള നെയ്യ് ഈ സമയത്ത് മാറ്റുക കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് സാധാരണ നമ്മളുടെ നാട്ടിൽ ചേർക്കുന്നത് പച്ചക്കായാണ്. അപ്പം ഞാനിന്ന് പച്ചക്കായും ചേർക്കുന്നുണ്ട്, ചേനയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കൂർക്ക ചേർത്ത് വെക്കാം. എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചേനയും പച്ചക്കായയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കിലോയോ 1/2 കിലോയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അത് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴാണ് ഈ കുടൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആവണത്. കുടൽ മാത്രം കഴിക്കുന്നതിനേലും ഇതും ഇടയ്ക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അതിൻ്റെ മീതിലേക്ക് നമ്മൾ വറുത്തരപ്പ്, ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച വറുത്തരപ്പ് കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണമെന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വറുത്തരക്കുമ്പോൾ വെള്ളം ചേർക്കാതെ തന്നെ വറുത്തരക്കണം. എന്നിട്ടത് മൂടി വെച്ച് ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ടേസ്റ്റ് ബാലൻസിന് വേണ്ടി മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ഒന്ന് വറുത്തിടാനുണ്ട്. ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ഇത്തിരി വേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾക്ക് കാച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ കറി സെറ്റായി കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം വെച്ചിട്ട് അതൊന്ന് പാത്രഭാഗമാകാൻ വെയിറ്റ് ചെയ്യണം. അപ്പം തന്നെ എടുക്കരുത്. കുറച്ച് നേരം ഒന്ന് ചൂടൊന്ന് ഇരുന്നതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പം ഞാനിതൊരു വ്ളോഗിനിടയിൽ നിന്ന് എടുത്തൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെയും ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ കഴിച്ചതിന് ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക്